വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ RCM പ്രസ്ഥാനം അല്ലേ, ഇന്നലെ ഇപ്പോ നമ്മുടെ ടീമിലെ കുറെ ലീഡേഴ്സ് റെസിഡൻഷ്യൽ പ്രോഗ്രാം 2 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം കഴിഞ്ഞ് അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഇരിക്കുന്നത്. കാരണം ഞാനും ഉണ്ടായിരുന്ന ആ പ്രോഗ്രാമിൽ ഇതിനു മുന്നും ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ പങ്കെടുത്തതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വലിയൊരു പ്രോഗ്രാമായിരുന്നു ഇന്നലെ 2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ഗുരുനാഥൻ രാജൻ സാർ ഒരുക്കി തന്നത്. അതിൽ കിട്ടിയ അറിവുകൾ വളരെ അമൂല്യമാണ്. അത്രയ്ക്ക് നല്ലൊരു പ്രോഗ്രാമാണ് ഇന്നലെ കിട്ടിയത്. അപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ലീഡേഴ്സും അവിടെ നിന്ന് കിട്ടിയ അറിവുകൾ നമ്മുടെ ടീമിലേക്ക് പകർന്നു കൊടുത്ത് അവരെയും വളർത്തുന്നതിനും വിജയിക്കുന്നതിനും ഉള്ള പരിശ്രമങ്ങൾ നടത്തുക. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലല്ലേ നമുക്ക് അറിവുകളാണ് മുഖ്യം അല്ലേ. അത് പ്രൊഡക്റ്റിനെ കുറിച്ചായാലും സിസ്റ്റത്തിനെ കുറിച്ചായാലും മോട്ടിവേഷൻ രീതിയിലുള്ളതായാലും നമുക്ക് അറിവുകൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് RCM പ്രസ്ഥാനം നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇന്നിപ്പോൾ അറിവുകൾ തരുവാൻ വന്നിരിക്കുന്നത് എൻ്റെ അഭിമാനം എന്നോണം നമ്മുടെ ചപ്പാറ ടീമിനെ, കൊടുങ്ങല്ലൂർ ചപ്പാറ ടീമിനെ നയിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറായ, കാരണം നമുക്ക് ഒരു ബാങ്കിൽ ഒരു ജോലി ഉണ്ട്, പക്ഷെ അതിനേലും മുൻതൂക്കം RCM പ്രസ്ഥാനത്തിന് കൊടുക്കുകയും ഏതൊരു സമയത്തും നമ്മൾ എന്ത് ഹെൽപ്പ് ചോദിച്ചാലും നമുക്ക് വേണ്ടി ചെയ്തു തരികയും ചെയ്യുന്ന ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ബൈജു സാറാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു ഇന്ദിര മാഡം. എല്ലാവർക്കും നമസ്കാരം. RCM വളരെ അല്ലെ, കുറെ നാൾക്ക് ശേഷം കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു മഴ, ഇന്നലൊക്കെ മഴ കണ്ടിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ എന്താ പ്രഭാതം നോക്കുമ്പോ തെളിഞ്ഞു വരുന്ന ഒരു പ്രഭാതം തന്നെയാണ്. ആ പ്രഭാതത്തിന്റെ തെളിച്ചം തന്നെ നമ്മുടെ ജീവിതത്തിലും തെളിച്ചം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്റെ പേര് ബൈജു, സ്വദേശം വരുന്ന കൊടുങ്ങല്ലൂർ ചാപ്പാറയിലാണ്. ഈ ഞാൻ പറഞ്ഞ പ്രസ്ഥാനം എന്നെ പരിചയപ്പെടുത്തിയ മറ്റവരുള്ള തൃപ്രയാറിന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഷൈൻബാബു സാറാണ്. സാറിന്റെ ഫാമിലിയോടും എന്നും നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്റെ മെന്റർ കൂടിയായ സജീവ് കുമാർ സാർ അല്ലെ, കൊമ്പടി നാമക്കലിന്റെ എന്റെ ഗുരുനാഥനായ സജീവ് കുമാർ സാറിന്റെയും ഫാമിലിയെയും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ വളരെയധികം നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മള് RCMയിലൂടെ അല്ലെ, RCM എന്ന പ്രസ്ഥാനം അല്ലെ, RCM എന്ന പ്രസ്ഥാനം എങ്ങനെ നമ്മൾ കൊണ്ടു, എങ്ങനെയാണ് നമ്മൾ പോകുന്നത്, ഇതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു സമയമാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ RCM എന്ന് പറയുന്ന ഒരു വലിയൊരു വടവൃക്ഷത്തിന് മുമ്പിൽ നമ്മൾ ചെന്നിട്ട് അതിനകത്ത് ഉൾപ്പെട്ടിട്ട് നമ്മൾക്ക് എന്താണ് നേടിത്തരുന്നത്, നമ്മൾ എന്താണ് നേടിയെടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ അവിടെ എവിടെയോ എന്തൊക്കെയോ ഒരു മിസ്സിങ് അല്ലെ. എനിക്കുണ്ടായിരുന്നത് അതൊക്കെ മിസ്സിങ്. കാരണം ഞാനും ഈ വടവൃക്ഷത്തിന് മുമ്പിൽ, നമ്മളെ മോഹൻലാൽ പണ്ടൊരു സിനിമ പറഞ്ഞ ഒരു വലിയൊരു തടാകത്തിന് മുമ്പിൽ പോയിട്ട് ചെറിയൊരു ചൂണ്ടയിടുന്ന വ്യക്തിയായിട്ട് നിൽക്കുന്ന സമയത്താണ് RCMന്റെ ആ ഒരു തീവ്രത നമ്മൾ അളക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും. എന്നാൽ മാത്രമേ നമുക്ക് RCMയിലൂടെ നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്ന പോലെ തന്നെ ജീവിതത്തിൽ എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടിത്തരുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഞാനൊരു സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്നിട്ട് എന്റെ കഥയൊക്കെ എഴുതിയിരുന്നത് എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും എന്റെ ബന്ധുക്കാരും അല്ലെ. എന്റെ ജീവിതം ഇങ്ങനെയായിരിക്കും പോകേണ്ടത്, നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും, എങ്ങനെയാണ് പോകേണ്ടത്, നീ ഇങ്ങനെയാണ് എത്തിച്ചേരുള്ളൂ, ഇതൊക്കെ എഴുതിയിരുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളായിരുന്നു. കാരണം അവരെല്ലാം വിലയിരുത്തിയിരുന്നു. നമ്മളെ ഗ്രേറ്റ് ലീഡറായ ഷൈൻബാബു സാർ പറയാറുണ്ട്. ഷൈൻബാബു സാർ ഒരു കാർ എടുത്ത കഥ പറഞ്ഞപ്പോൾ വീടിന്റെ അടുത്തുള്ള ഇക്ക ചോദിച്ചത്, നീ എടുത്തത് നാനോ കാർ ആയിരിക്കും അല്ലെ എന്ന് ചോദിച്ചിരുന്നു അല്ലെ. അപ്പൊ ഓരോരുത്തരും നമ്മളെ വീടിന്റെ അടുത്തുള്ളവരും നമ്മളെ ബന്ധുക്കാരും ഒക്കെ നമ്മളെ ഒരു വിലയിരുത്തിയിട്ടുണ്ടാവും. നമ്മളെ കഥ എഴുതി പോകുന്നത് അവരായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ കൈത്തുമ്പിൽ തന്നെയാണ്. നമ്മളാണ് എഴുതേണ്ടത്, നമ്മൾ തന്നെയാണ് എഴുതി തുടങ്ങേണ്ടത്. അങ്ങനെ ജീവിതത്തിൽ പല മാറ്റങ്ങളിലൂടെ എഴുതിപ്പോയ ഗ്രേറ്റ് ലീഡേഴ്സ് ആണ് എന്റെ മുമ്പിലുള്ളത് അല്ലെ. എന്റെ ഗ്രേറ്റ് ലീഡറായ സജീവ് കുമാർ സാറ് ഒരു സാധാരണ ഫാമിലി ജനിച്ചിട്ട് ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഒരു ഗൾഫിൽ പോയിട്ട് വന്നിട്ട് അത് അവിടെ രക്ഷപ്പാടില്ലാത്ത സമയത്ത് ഒരു പലചരക്ക് കട നടത്തി, വൈകിട്ട് സമയത്ത് മരപ്പണി ചെയ്യുന്നതോടൊപ്പം തന്നെ പലചരക്ക് കട നടത്തിയിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്താണ് RCM എന്ന ഒരു പ്രസ്ഥാനത്തെ കിട്ടിയത് അല്ലെ. RCM എന്ന് കേട്ടപ്പോ സജീവ് സാർ ഓടിക്കേറി ചെന്ന് ചെയ്തതാണ് അല്ല.
അവിടെ അദ്ദേഹത്തിൻ്റെത് പഠനം അല്ലെ, നമ്മൾ പഠനം അല്ലെ, അതിനെക്കുറിച്ച് പഠിച്ചു, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു, അതിനുവേണ്ടി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് തന്നെയാണ് സജീവ് കുമാർ സാർ എന്നൊരു ഗ്രേറ്റ് ലീഡർ, ഉദയം കൊണ്ടൊന്നും ഗ്രേറ്റ് ലീഡറായി മാറിയതും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ ഒരു ലീഡർക്ക് വന്ന മാറ്റം തന്നെ അതേപോലെ തന്നെ നമ്മളിലേക്കും മാറ്റം വരുത്താൻ സാധിക്കണോ, അല്ലെങ്കിൽ നമ്മൾ മാറണോ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അല്ലെ. നമ്മൾ എന്തിനു വേണ്ടിയാണ് ആർസിം ചെയ്യുന്നത്, എത്ര നാൾ കൊണ്ട് നമ്മൾ സ്റ്റാർ എന്നല്ല, മിനിമം സ്റ്റാർ എന്ന ലെവലിൽ നിൽക്കുന്ന ആളുകൾ സ്റ്റാറിലേക്ക് എത്താൻ പറ്റും. ഈ പറഞ്ഞ സ്റ്റാറായിരുന്ന ലീഡേഴ്സ് എല്ലാം റോയിലേക്ക് എന്ന് കിടക്കാൻ പറ്റും, ടെക്നിക്കൽ ലെവലിലേക്ക് എന്ന് എത്താൻ പറ്റും അല്ലെ. അങ്ങനെയുള്ള ഓരോ ലെവലിലേക്കും നമ്മളൊരു ഒരു ഒരു മുൻകൊരുക്ക അല്ലെ, നമ്മൾ ഒരു പ്ലാനിങ് വേണം. പ്ലാനിങ്ങിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വിജയിക്കാൻ വേണ്ടിയുള്ള ഇന്ധനം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടായിരിക്കും. വീട് വെക്കണം, കാർ വെക്കണം, ഒരു 10 ലക്ഷം രൂപയെങ്കിലും എഫ്ഡി ഉണ്ടായിരിക്കണം. ഇതൊക്കെ സ്വപ്നങ്ങൾ ഇഷ്ടമായിട്ട് നമ്മൾ ലീഡേഴ്സ് പറയുമ്പോൾ നമ്മൾ എഴുതി വെക്കാറുണ്ട്. ആ എഴുതി വെക്കുന്ന അതിനനുസരിച്ചുള്ള ഒരു ഇന്ധനം നമ്മുടെ കയ്യിലുണ്ടോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിൽ നിന്ന് വിജയിക്കാനുള്ള ത്വര അല്ലെ, ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ത്വര ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്കൊന്ന് ചർച്ചയിലൂടെ പോകും അല്ലെ. ശരിക്കും സാധാരണ നോർമലി നമ്മുടെ ഇന്ന് ഇതുവരെ ലോകത്തിലും അല്ലെങ്കിൽ ആർസിമിലായിക്കോട്ടെ എന്തിലായാലും ശരി വിജയിക്കുന്നവരിൽ ഒരു 3 വിഭാഗം ആളുകൾ ഉണ്ടാകുന്ന നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് പറഞ്ഞിരിക്കുന്നു. ഒന്ന് വിജയിച്ചവർ അല്ലെ, അവർ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറും. രണ്ടാമതൊരു വിഭാഗം ഉണ്ട്, വിജയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും ചെയ്യില്ല. മൂന്നാമതൊരു വിഭാഗം വിജയിക്കാൻ ആഗ്രഹമുള്ളവരെ പിന്തിരിപ്പിക്കുന്ന ഒരു വിഭാഗം അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ വിജയിച്ചവർ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു നോക്കുക, ഒരു ലിസ്റ്റ് ഇട്ട് നോക്കുക. നമ്മളെ സച്ചിൻ ടെണ്ടുൽക്കർ, അംബാനി, യൂസഫ് അലിക്ക, എഡിസൺ, അങ്ങനെയുള്ള ഒരുപാട് മേഖലകൾ നമ്മൾ ആർസിബിൽ എടുത്തു നോക്കുക. നമ്മൾ എടുത്തു നോക്കുക രാജൻ സാറ്, ഗിരി സാറ്, സജീവ് സാറ്, ബിജു സാറ്, ഷൈൻബാബു സാറ്, സുന്ദരൻ സാറ്, ഇങ്ങനെയൊക്കെ അവരെടുത്തു നോക്കുക. ഇവരെല്ലാം തന്നെ ഒരു ദിവസം അല്ലെ നമ്മൾ ആർസിബിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് TC ചാപ്പറാജി നോക്കി, സജീവും നമ്മളെ രാജൻ സാർ, കുഴപ്പമില്ല, ഡോക്ടറൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്, അന്ന കിടക്കട്ടെ, സ്റ്റാർ പ്ലേയിൽ ലെവൽ കൊടുക്കാം. നമ്മളെ ഗിരി സാറ് അല്ലെ, സ്റ്റാർ കൊടുക്കാം. സജീവ് കുമാർ സാർ കിടക്കട്ടെ എന്ന് കൊടുക്കുക. ഇങ്ങനെ ഓരോരുത്തർക്ക് ഒരു ദിവസം കൊണ്ട് കൊടുത്ത പിന്നല്ല, നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളെ പോലെ തന്നെ ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിള്, റണ്ണർ, വിന്നർ അല്ലെ, ഇങ്ങനെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ പതിയെ തരണം ചെയ്ത് അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കേറി വന്ന ലീഡേഴ്സാണ്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് നമ്മളെ ദൈവം തന്നെ കൊടുത്തല്ല, ദൈവമല്ല, നമ്മൾ പറയാറുണ്ട് TC ചാപ്പറാജി എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ ദൈവം. ആ ദൈവം നേരിട്ട് കൊടുത്ത ആളുകളല്ല. ഇനി അവിടെ എടുത്തു നോക്കുക, സച്ചിൻ ടെണ്ടുൽക്കർ 8ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദ്യാഭ്യാസം നിർത്തിയ ആളുകളാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, 8ാം ക്ലാസ് വിദ്യാഭ്യാസം നിർത്തിയ ആള് ഇന്ന് ക്രിക്കറ്റിന്റെ ദൈവമായി അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത കഠിനാധ്വാനം അല്ലെ. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം നമ്മളെ സുരേഷ് സാർ ഒരു കഥ പറഞ്ഞിരുന്നു അല്ലെ. അദ്ദേഹം മുമ്പത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും അവരെ പ്രാക്ടീസ് കഴിഞ്ഞ് പോയപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കർ ഇരുന്നിട്ട് ആ ടൈമിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, പൂജാര എന്ന ആള് ചോദിച്ചു, സാറിന് എന്തായാലും ഈ 2 മാച്ച് കൂടി കളിക്കുന്നുള്ളൂ, പക്ഷെ സാർ ഇന്നലെ ഇത്രയും അധികം വീണ്ടും പഠിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓരോ ദിവസവും ഓരോ കാര്യത്തിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്നലെ ചെയ്ത പ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്തു. അവിടെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന വ്യക്തിത്വം അല്ലെങ്കിൽ മഹാൻ ഉണർന്നത്. അദ്ദേഹത്തെ ഒരു ക്രിക്കറ്റിന്റെ ഗോഡായിട്ട് നമ്മൾ ചിത്രീകരിച്ചത്. അങ്ങനെ ഇരിക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ? കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം ഒരു 3.5-4 മണിക്കൂർ എക്സ്ട്രാ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ? ആർസിഎമ്മിൽ 8 മണിക്കൂർ ചെയ്തവർ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ടോ? എക്സ്ട്രാ എഫക്ട് ഇടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം നമ്മൾ എടുത്തു നോക്കാം, അംബാനി എന്ന് പറയുന്ന വ്യക്തി അല്ലെ, പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്പന്നരുടെ പട്ടികയിൽ കയറിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക. അവിടെ കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ വെച്ച് നമ്മൾ പെട്രോൾ അടിക്കാൻ മുമ്പ് എല്ലാവരും ഒന്ന് തൊഴാനാ പറയുന്നത് സാറ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് സുരേഷ് സാർ പറഞ്ഞത്. കാരണം നാളെ ചിലപ്പോൾ അവർ അംബാനിയെ പോലുള്ള ആളുകളായി മാറാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അവരെ ചിന്താഗതി അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളാർന്നെങ്കിൽ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തി നമ്മളാർന്നെങ്കിൽ അല്ലെ, ഞാൻ ഒന്നും ചെയ്യില്ല. കാരണം ആ പെട്രോൾ പമ്പിൽ ജോലി അടിച്ച് കഴിഞ്ഞ് വന്നിട്ട് നേരം ചെയ്യും, പിറ്റേ ദിവസം വീണ്ടും പോകുന്നു. ആ ഒരു ചിന്താഗതി തന്നെ, വേറെ ഒരു ചിന്താഗതി അല്ല. കാരണം എന്റെ കഥ എഴുതിയിരുന്നത് എന്റെ വീട്ടുകാരും നാട്ടുകാരും എന്റെ കുടുംബക്കാരും തന്നെയായിരുന്നു, എന്റെ ഫ്രണ്ട്സും. അവർ എഴുതിയിരുന്ന ആ വരികളിലൂടെ, അവർ എഴുതി വെച്ച ആ വഴികളിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിച്ചിരുന്നുള്ളൂ.
ഈ പറഞ്ഞ അംബാനിയെ പോലെ ഒന്ന് ചിന്താഗതി അന്ന് ഉണ്ടായില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, ആ ചിന്താഗതി എന്ന് പറയുന്ന സംഭവം എന്നാണോ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ കഥ എഴുതി തുടങ്ങുന്നത്, അന്ന് മുതലേ നമ്മൾ വിജയത്തിന്റെ പടൽ കയറാൻ പറ്റുള്ളൂ. തോമസ് എഡിസൺ അല്ലെ, നമ്മളിപ്പോ വെട്ടത്തിന് മുമ്പിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇന്ദിരാ മേഡം, മോഹൻ സാർ, ഞാൻ കാണുന്ന ആളുകൾ മാത്രമേ നോക്കുള്ളൂ. ഞാൻ അതിൽ ഇപ്പൊ വെട്ടത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. അദ്ദേഹം ഒരു 1000 തവണ, ഇവിടെ നമ്മൾ ലീഡേഴ്സ് വിളിക്കുമ്പോൾ ലിസ്റ്റ് ഇടാൻ പറയുമ്പോൾ 5, 10 എന്ന് ഇട്ടിട്ട് അവിടെ നിർത്തുന്നു അല്ലെ. ഒരു 5 പേരെയോ 10 പേരെയോ വിളിക്കാൻ പറയുമ്പോൾ ഒരാളെ വിളിച്ചിട്ട്, ആ നീ എവിടെയുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് ട്ടാ, എനിക്കിന്ന് വരാൻ പറ്റും, ആ ശരി. രണ്ടാമത്തെ ആളെ വിളിക്കുന്നു, മൂന്നാമത്തെ ആളെ വിളിച്ചിട്ട് നമ്മൾ ജഗതിയുടെ ഒരു ഡയലോഗ് നമ്മൾ റീൽ കാണാറുണ്ടല്ലേ, പ്രതികാരം ചെയ്യാനുള്ള ദാഹത്തോടെ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിൽ പോയിട്ട് അദ്ദേഹം പറയും, പ്രതികാരം നാളെ ചെയ്താൽ മതിയാ സാറേ, നാളത്തെ പ്രോഗ്രാമിലേക്ക് മറ്റന്നാൾ വിളിച്ചാൽ മതിയാ 5 പേരെ, ഞാൻ 2 പേരെ വിളിച്ചു, അവർക്ക് സമയമില്ല. അവിടെ സ്റ്റോപ്പ്. അവിടെയാണ് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന വ്യക്തി 1000 തവണ അദ്ദേഹം ഫെയിൽഡ് ആയി. 1000 തവണ. നമ്മളാണെങ്കിൽ 2 പ്രാവശ്യം കഴിഞ്ഞ് ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് പോകുന്ന ആ ലെവലിൽ നിന്ന് അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി, അദ്ദേഹത്തിന്റെ ചിന്താഗതി മാറ്റിയപ്പോഴാണ് അദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തിയത്. അദ്ദേഹത്തിന് സ്കൂളിൽ കൊണ്ടിരുത്തിയ സമയത്ത് ടീച്ചർ ഒരു 8 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്തയച്ചു വീട്ടിലേക്ക്. ഇദ്ദേഹത്തിന് ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം ഇദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വിഡ്ഢി അല്ലെങ്കിൽ മണ്ടനായ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ അയച്ചു അമ്മയ്ക്ക്. ആ ലെറ്റർ തിരിച്ച് അതേ സ്പീഡിൽ തന്നെ അമ്മ അയച്ചു. ലോകം കണ്ട ഒരു നല്ലൊരു വ്യക്തിയായിട്ട് എന്റെ മകൻ മാറും എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ അയച്ചു. നമ്മളാർന്നെങ്കിലോ ആ അന്ന് മുതൽ നമ്മൾ തല്ലി ശരിയാക്കി പഠിക്കാൻ നിന്നോട് പലതവണ പറഞ്ഞല്ലേ, പഠിക്കണം 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 എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് ലെറ്റർ വാങ്ങിച്ചു വന്നേക്കണ് അല്ലെ. അവിടെ ആ കുട്ടിയുടെ മെന്റാലിറ്റിയിലേക്ക് അമ്മ കൊടുത്തു വെച്ച ആ ഒരു തീയാണ് ഇന്ന് അദ്ദേഹം തോമസ് ആൽവ എഡിസൺ ആയിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയത്. അപ്പൊ അവിടെ എടുത്തു നോക്കുക. ഇനി നമ്മുടെ രാജൻ സാർ, RCB എടുത്തു നോക്കുക. രാജൻ സാറ് നമ്മളെ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സമയത്ത് നിന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ദിവസം കൊണ്ട് വളർന്നു വരുന്ന വ്യക്തിയല്ല. സജീവ് കുമാർ സാറ് കൊമ്പിടി ഞാമയ്ക്കൽ ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തീവ്രമായ ചിന്ത, എനിക്ക് വിജയിക്കണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്കാണ് സ്വപ്നങ്ങളുണ്ട്, എനിക്കാണ് കാറിൽ പോകുന്നത് അല്ലെ. നമ്മൾ ബിജു സാറ്, സജിത് സാറൊക്കെ പറയാറുണ്ടല്ലേ, നമ്മളുടെ ഈ ആക്ഷൻ ചെയ്യുമ്പോൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടാവും, ഒരുപാട് പേര് പുച്ഛിച്ചിട്ടുണ്ടായിരിക്കാം. ഈ പറഞ്ഞ സജീവ് കുമാർ സാറായിക്കോട്ടെ, ബിജു സാറായിക്കോട്ടെ, ഷൈൻബാബു സാറായിക്കോട്ടെ, സുന്ദരൻ സാറായിക്കോട്ടെ, ഏതൊക്കെ ലീഡേഴ്സ് ഉണ്ടോ അവരെല്ലാം പുച്ഛിച്ചിട്ടുണ്ടാവും. അവരുടെ മുന്നിൽ കൂടെ അല്ലെ, ഗിരി സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അവരുടെ മുമ്പിൽ കൂടെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ നെഞ്ചത്തു കൂടെയാണ് എന്റെ കാറ് പോകുന്ന ഫീലിംഗ് വരുന്ന പറയുന്നത്. എന്നാലോചിച്ച് നോക്കിയേ, ആ ഒരു ഫീലിംഗ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റണം. ആ ഒരു ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയാ, ഒരു അതിനൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടല്ലേ, കാറിൽ പോകുമ്പോ കിട്ടുന്ന ഒരു കിക്ക് അല്ലെ, കിക്ക് അങ്ങനെ പറയണം അല്ലെ. ആ ഒരു കിക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളും അതേമാതിരി RCM നിന്ന് വിജയിച്ച് ഈ പറഞ്ഞ കഠിനാധ്വാനം ചെയ്തിട്ട്, കഠിനാധ്വാനം വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതിനുള്ള സമയം കൂടുതൽ കൊടുത്ത് ആ ഒരു കഠിനാധ്വാനത്തോട് മാത്രമേ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു, അവർ വിജയിച്ചു കയറുമ്പോൾ നമ്മൾ ഇവിടുന്ന് കൈയടിക്കുന്നു, അവർ പറയുന്നതെല്ലാം കൂക്കി വിളിക്കുന്നു അല്ലെ. ആ കൂക്കി വിളിച്ചിട്ടും കൈയടിച്ചിട്ടും നമ്മൾ നിൽക്കുന്ന സമയത്ത് അംബാനിയെ കുറിച്ച് നമ്മൾ പൊക്കി പറയുന്നു, സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് പൊക്കി പറയുന്നു, രാജൻ സാർ, സജീവ് സാർ, ഗിരി സാർ, ഇവരെല്ലാം കുറിച്ച് നമ്മൾ ലീഡേഴ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ലീഡേഴ്സിനെ നമ്മൾ പ്രൊമോഷൻ ചെയ്യണം, പക്ഷെ അവരുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ എനിക്ക് തരാറില്ല. ഞാനും ഒരു ലീഡേഴ്സിനും എന്റെ ടീമിന് കൊടുക്കാറില്ല. നമ്മളുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ നമുക്ക് കിട്ടണമെങ്കിൽ അവർ ചെയ്ത വഴികളിലൂടെ, ലീഡേഴ്സ് ചെയ്ത വഴികളിലൂടെ, അവർ ചെയ്ത ചിന്താഗതിയിലൂടെ മാറ്റം വരുത്തിയാൽ മാത്രമേ നമ്മൾ അക്കൗണ്ടിൽ പൈസ വരുള്ളൂ. ആ പൈസ വന്നാൽ തന്നെ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ആരൊക്കെയാണ് കാശിനല്ലാതെ ആരോഗ്യത്തിന് വേണ്ടി വന്ന വ്യക്തികൾ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പൈസ വേണ്ട, എനിക്ക് ഈ ആരോഗ്യം മാത്രം മതി എന്ന് പറയുന്ന കാര്യമുണ്ടോ? അവിടെയാണ് നമ്മൾ പൈസ വേണം, പക്ഷെ അതിനുള്ള ആ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ വിജയിച്ചൊരു കാറ്റഗറി കാണുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ടെങ്കിൽ, അവരെ കൂക്കി വിളിക്കുന്നുണ്ടെങ്കിൽ, അവരെല്ലാം അവിടുന്ന് കിടന്ന് കരഞ്ഞ സമയം ഉണ്ടായിരുന്നു, അവര് കിടന്ന് നീരിയ സമയം ഉണ്ടായിരുന്നു. ആ നീരിയ സമയവും ആ കഠിനാധ്വാനം ചെയ്ത സമയം നമ്മൾ കണ്ടില്ല, അത് നമ്മൾ കാണാൻ ശ്രമിച്ചില്ല. പക്ഷെ അവർ വിജയിച്ച് കയറി നിന്നപ്പോൾ അതിന്റെ ആ വിജയിച്ച് കയറിയ ആ സമയം മുതൽ നമ്മൾ കണ്ടുള്ളൂ. നമ്മളെ ചന്ദ്രനിൽ കാലുകുത്തിയ നീന സ്ട്രോങ് എന്ന വ്യക്തി, അദ്ദേഹം
അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് അവിടെ എത്തിയത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹം ഒരുപാട് തവണ നടന്നിരുന്നല്ലോ, ഒരുപാട് തവണ ഫെയിൽഡ് ആയിരുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്ത് നിന്ന് അദ്ദേഹം അവിടെ ചെന്ന് കാല് കുത്തിയപ്പോൾ അതൊരു ചരിത്രമായി. നമ്മളും ഇതേമാതിരി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് എന്നാണോ ആ വിജയത്തിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നത്, അന്ന് വരെ നമുക്ക് പ്രതിസന്ധി ഉണ്ടാവും. ആ സ്റ്റെപ്പ് വെച്ചതിന് ശേഷമേ നമ്മൾ ഈ പറഞ്ഞ ടീം അംഗങ്ങളായിക്കോട്ടെ എല്ലാവരും നമ്മളെ നോക്കിയിട്ട് ഇതവര് കൂക്കി വിളിക്കും, ജയ് വിളിക്കും ഒക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഓരോ ദിവസം നമ്മൾ ദിവാസ്വപ്നം കാണുക എന്ന് പറയുന്നത്, ഓരോ ദിവസം സ്വപ്നം കാണാനായിട്ട് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ടാക്സ് കൊടുക്കാതെ വെറുതെ കണ്ട് ഓരോ ദിവസവും കഴിഞ്ഞ്, ഓരോ മണിക്കൂർ കഴിഞ്ഞ്, ഓരോ ആഴ്ച കഴിഞ്ഞ്, ഓരോ മാസം കഴിഞ്ഞ്, ഓരോ വർഷം കഴിയുമ്പോഴേക്കും ഓരോ കലണ്ടറുകൾ മാറ്റുന്നതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഓരോരോ നിരകൾ വന്നു തുടങ്ങും അല്ലെ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആലോചിക്കുക. ഓരോ വർഷത്തിന്റെ സമയത്തിന്റെ വാല്യൂ നമ്മൾ കൊടുക്കും. അപ്പൊ അങ്ങനെ വിജയിച്ച ആളുകൾ അതെല്ലാം ചെയ്തു കൂട്ടുകയും അല്ലെ, അവരെല്ലാം ചെയ്ത് കഠിനാധ്വാനത്തിലൂടെ മാത്രമാണ് വിജയം എത്തിയിരുന്നത്. പിന്നെ രണ്ടാമതൊരു വിഭാഗമുണ്ട് അല്ലെ, വിജയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് കേരളീയരെ സംബന്ധിച്ച് ആ മേഖലയിലുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ലോട്ടറി ഇത്ര അധികം ഇവിടെ സക്സസ് ആയി പോകുന്നത് അല്ലെ. എല്ലാ ദിവസവും കാലത്ത് ലോട്ടറി എടുത്തു വെച്ചിട്ട് ഒരു 3 മണി, 3:30, 4 മണി ആകുമ്പോൾ നമ്മൾ നോക്കും സമയം, എന്റെ സമയമായോ എന്ന് പറയണവര് തന്നെ നമ്മൾ ലോട്ടറി എടുത്തിട്ട് ഇങ്ങനെ നോക്കും, എന്റെ നമ്പർ ഇല്ല. എല്ലാ ദിവസവും ഇതേമാതിരി തന്നെ ലോട്ടറിയിൽ അഭയം തേടുന്ന ആളുകളാണ്. അതേമാതിരി തന്നെയാണ് നമ്മൾ RCM 5000 PV ഒക്കെ ലീഡർ ചെയ്യാൻ പറഞ്ഞു, വിജയിച്ച് കയറും എന്ന് പറഞ്ഞുകൊണ്ട് 5000 PV ചെയ്തിട്ട് ഓരോ 6-ആം തീയതി, ഓരോ മാസത്തിന്റെ 6-ാം തീയതിയും 7-ാം തീയതിയും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കും, വരുന്നില്ലല്ലോ അക്കൗണ്ടിൽ. ലക്ഷങ്ങളൊക്കെ വരുന്ന ആ ബുക്കിൽ കാണിച്ചിട്ടുണ്ട്, വരുന്നില്ല. അവിടെ വിജയിക്കാൻ ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാനായിട്ടല്ലേ. നമ്മൾ ഇങ്ങനെ ഓരോ ട്രെയിനിങ് സജികുമാർ സാറിന്റെയും ഗിരീഷ് സാറിന്റെയും രാജൻ സാറിന്റെ ഒക്കെ ഒരു പ്രോഗ്രാം കേട്ടിട്ട് ഇങ്ങനെ കത്തി ജ്വലിച്ച് ഇങ്ങനെ നിന്നിട്ട് ആ പോണ വഴിക്ക് 5000 PV ചെയ്താൽ വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 5000 PV ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ വീട്ടുകാരൊക്കെ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കാർ ചോദിക്കും, നിനക്കൊക്കെ വേറെ പണിയില്ലേ? ശരിയാണല്ലോ, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലേ, എന്തിനാ ചെയ്യണല്ലോ? അത് ലീഡേഴ്സിന് ചിലപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ലീഡർക്ക് പൈസ തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന ഒരു ചിന്ത കൊണ്ട് തിരിച്ചു പോകുന്ന എത്ര ലീഡേഴ്സ് ഉണ്ട്. നമ്മൾ സ്വയം തന്നെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു നോക്കുക, വിജയിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് സ്വയം കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെ മുതൽ നിങ്ങൾ ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് മാറാൻ സാധിക്കും സുഹൃത്തുക്കളെ, ആലോചിക്കുക. പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ടല്ലോ, വിജയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പിന്തിരിപ്പിക്കൽ അല്ലെ. അത് നമ്മളുടെ RCM മാത്രമല്ല, എവിടെ നോക്കിയാലും ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ RCM ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പ ചോദിക്കുന്ന ആളാണ് നമ്മള് ഒരു പണി പോലും ഇല്ലാതെ തേരാപാറ നടക്കുന്ന ആള് വരെ ചോദിക്കും, നിനക്കൊന്നും വേറെ പണിയില്ലേ അല്ലെ? RCM ചെയ്യാൻ നടക്കുന്നു, RCM അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഇങ്ങനെ പിന്തിരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും, നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ആ ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലെ. ഇവിടെ സൂം മീറ്റിംഗിൽ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ മുമ്പിൽ നേരെ തന്നെ ഇരിക്കുന്നുണ്ടാവും ആ ഒരു വ്യക്തി, ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. എന്റെ മുമ്പിലും എന്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഇരിക്കുന്ന ഒരാളും സംസാരിക്കുന്നുണ്ട്, ആ ആളാണ് എന്നെ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പിക്കുന്ന ഒരു വ്യക്തി. എന്ത് കാര്യം എടുത്ത് ചെയ്യാൻ നോക്കുമ്പോഴും നിന്നെ കൊണ്ട് പറ്റില്ല, എടാ നീ കുറച്ചായിട്ട് ചെയ്യാം അല്ലെ. ഷൈൻ ബാബു സാർ എന്ന വ്യക്തിത്വം, അല്ലെ സജീവകുമാർ സാർ എന്ന് പറഞ്ഞ വ്യക്തിത്വം, അവർ ഒരുപാട് തവണ മീറ്റിങ്ങിന് വിളിച്ചപ്പോഴും ഒരുപാട് തവണ ട്രെയിനിങ്ങിന് വിളിക്കുമ്പോഴും ആ സമയത്ത് ഞാൻ പോകാൻ ഒരുങ്ങുമ്പോൾ ഒരാള് എന്നെ പിടിച്ചു വലിക്കും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിലൊക്കെ ഇരുന്നൊരു സംസാരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്, കാണുന്നുണ്ടോ? ആ വ്യക്തി എന്നെ വിളിച്ച് എടുത്തിട്ട് പറയും, പോണ്ട, എന്ത് പോണ്ട, നാളെ പോവാ, സജി സാറൊക്കെ അല്ലേ, അതെല്ലാ ദിവസം വിളിക്കും, ഷൈബാബു സാറല്ലേ എല്ലാ ദിവസം വിളിക്കും അല്ലെ. അങ്ങനെ ആ വിളിച്ച് അവസാനം പോവാണ്ടായപ്പോൾ ഒരു ദിവസം കാറും കൊണ്ട് വന്ന് എന്റെ വീടിന്റെ അവിടെ നിന്ന് കാലത്ത് വന്നിട്ട് ഒരു വഴിക്കും രക്ഷപ്പെടാതിരുന്ന സമയത്ത് അവർ കണക്കിനെ വലിച്ചു കെട്ടി ഒരു അങ്കമാലിന്റെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോയി ഇരുത്തിയപ്പോഴാണ് RCM എനിക്ക് മനസ്സിലായത്. അതുവരെയും നേരത്തെ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളിപ്പോ വിളിക്കുന്ന ആളുകൾ ചെയ്യുന്ന അതേ കാറ്റഗറിയിൽ തന്നെ ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട് അല്ലെ, നമ്മളെല്ലാവരും പറയുന്നുണ്ട് ജോലിയുണ്ട്, പിന്നെ എന്തിനാ നമുക്ക് RCM ചെയ്യണേ അല്ലെ. ആരോഗ്യം കിട്ടാനാണെങ്കിൽ
നമ്മൾക്ക് ആർസിഎമ്മിൽ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോരെ? നീ സെയിൽ ചെയ്യാനായിട്ട് ഞാൻ രഞ്ജി സാറൊക്കെ 50,000-ന്റെയും 60,000-ന്റെയും പ്രോഡക്റ്റുകൾ ഓരോ മാസവും എടുത്തിട്ട് ചാക്ക് കണക്കിന് കെട്ടി പൊതിഞ്ഞ് ഓരോ വണ്ടി നമ്മൾ എന്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ആ ബൈക്കിന്റെ അപ്പുറം വെച്ചിട്ട് രഞ്ജി സാർ ഇരിക്കുകയാണ്. ഓരോ ദിവസം പോകുന്നു, ഓരോ ദിവസം വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് രഞ്ജി സാർ അദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഓരോ ദിവസം വൈകിട്ട് ഇറങ്ങും. അപ്പൊ ലീഡേഴ്സ് വിളിക്കും, ഷൈൻ സാർ വിളിക്കും, സജി സാർ വിളിക്കും. നിങ്ങൾക്ക് ആർസിഎമ്മിനോട് എന്ത് മനസ്സിലായി സാറേ? വിൽക്കാനായിട്ടാണ് നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ആവശ്യമില്ല. ഈ മുളകും മല്ലിപ്പൊടിയൊക്കെ വിൽക്കാനായിട്ട് എന്തിനാ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്? ഏതെങ്കിലും കടക്കാര് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പുകാര് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ആരെയും കണ്ടിട്ടുണ്ടോ? മോഹൻ സാറ് കണ്ടിട്ടുണ്ടോ ഈ മുളകും വിൽക്കാനൊക്കെ ആയിട്ട് ആരെങ്കിലും പോയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണ്? ഇല്ല, ഒരാളും തന്നെ കണ്ടല്ല. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ലീഡേഴ്സ് പറയുന്നത് അവിടെ പോകുമ്പോൾ ഒരു 200 രൂപയും കൊടുക്കുകയും വേണം, നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 200 രൂപ അങ്ങോട്ട് കൊടുക്കുകയും വേണം, നമ്മുടെ സമയം കൊടുക്കുകയും വേണം. ഈ മല്ലിമുളകും ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുകയും വേണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യോ? ഒരു ബാങ്ക് ജോലിക്കാരനായിരിക്കുന്ന സമയത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്യോ? അല്ലെങ്കിൽ ഇന്ദിരാ മാഡം ഒരു ജോലി ഉണ്ടായിരുന്നു, നമ്മളെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യണ്ട, ഞാൻ ഇന്ദിരാ മാഡത്തിന് ഞാൻ രഞ്ജിസാറും വിളിക്കുന്ന സമയത്ത് ഇന്ദിരാ മാഡം പറയുന്നത് എനിക്കിന്ന് സമയമില്ല, തിരക്കോട് തിരക്ക്, 8 മണിക്കൊക്കെ എത്തും, എല്ലാ ദിവസം കാലത്ത് പോകുന്നു, 8 മണിക്ക് റിട്ടേൺ എത്തുന്നു, പിറ്റേ ദിവസം വീട്ടിലെ പണി വീടും തീർത്തിട്ട് പിറ്റേ ദിവസം ഇതന്നെ ചെയ്യുന്നുണ്ട്. ഒരു എഞ്ചിന്മാര്, ഒരു മെഷീൻമാര് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആർക്ക് വേണ്ടി? ആരോ ഉണ്ടാക്കിയ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ആ സിസ്റ്റത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ മാസത്തിന് അവസാനം ആകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമ്മളെ മുതലാളിമാർ നമ്മൾ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. ആരിട്ട് തരുന്നുണ്ട്? നമ്മൾ ചിന്തിക്കുന്ന സുഹൃത്തുക്കളെ, ഈ വിജയിക്കാൻ ആഗ്രഹമുള്ള ആളുകളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു പിന്തിരിപ്പിക്കാനുള്ള ആളുകളിൽ നിന്നും മാറി നമ്മളുടെ ഓരോ ലെവലിലേക്ക്, 2ാമത്തെ ലെവലിലേക്ക് കയറണം, 3ാമത്തെ ലെവലിൽ കയറി നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ആ വിജയിച്ച് നിന്ന സമയത്ത് നമ്മളെ വീടിന്റെ അടുത്തുള്ള എല്ലാ അമ്പലങ്ങളായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, അവരുള്ള ആളുകളൊക്കെ നമ്മളെ വീട്ടിൽ വരും, നമ്മളോട് ചോദിച്ചിട്ട് കാര്യം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഏത് രാഷ്ട്രീയക്കാരായാലും നമ്മളെ വീട്ടിലേക്ക് വരും അല്ലെ? അവിടെ അന്ന് നമ്മളെ കയ്യിൽ ഇതുണ്ടാവും. സജി സാർ പറഞ്ഞായിരുന്നു ഇത് പറയണില്ല, ഇതുണ്ടാകുമ്പോൾ ഇവരെല്ലാരും വരും. അപ്പൊ ഈ വിജയിച്ചാൻ ആഗ്രഹമുള്ള ആളുകള് നമ്മള് ചെയ്ത ഒരു മേഖലയിലൂടെ നമുക്ക് സഞ്ചരിച്ചാലേ, നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കുക. അതിനകത്ത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വിജയിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെ സുരേഷ് സാർ പറഞ്ഞ ഒരു 3 പോയിന്റുകൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ തരണമെന്ന് തോന്നി. കാരണം വേറൊന്നല്ല, നമ്മള് ക്യാരക്ടേഴ്സ്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഈ 3 കാര്യങ്ങളും ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല. ഒരു ക്യാരക്ടർ നന്നായിക്കൊണ്ടിരുന്നല്ല നമ്മളെ ടി സി ജവറാജി പറയാറുള്ളത്, നമ്മൾ നല്ലൊരു വ്യക്തിത്വമാകുക. സോറി, ഒരു കോള് കയറി വന്നു. ക്യാരക്ടർ അല്ല, നമ്മൾ വ്യക്തിത്വം വ്യക്തിത്വം നമ്മൾ പഠിച്ച് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ നമ്മൾ സ്വഭാവ സർട്ടിഫിക്കറ്റ്. നല്ല സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ടച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകുമ്പോൾ മാത്രം ഹയർ സ്റ്റഡീസിന് പറ്റുള്ളൂ അല്ലേ? അതുപോലെ തന്നെ ബിഹേവിയർ അല്ലെ, നമ്മുടെ വ്യക്തിത്വം എങ്ങനെ ഉണ്ടോന്ന് നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ഈ പറഞ്ഞ 2 കാര്യങ്ങൾ മാത്രമാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അല്ലെ? ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരാളുടെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ചമഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവൻ നല്ലതാണെന്ന് വിചാരിക്കും അല്ലെ? ഈ ഹെഡ് മിസ്സസ് പോലും നമ്മൾ ഈ പറഞ്ഞ ആളെ കാണാണ്ട ഒരു വ്യക്തിയൊക്കെയാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു നല്ല സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നല്ല സ്വഭാവമുള്ള വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ എന്റെ ടീം സൂപ്പറാവും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ബിഹേവിയർസ്, നല്ല സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വിഭിന്നമായിട്ട് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു അല്ല, എന്താ പറയാ, ആറ്റിറ്റ്യൂഡ്, നല്ലൊരു മനോഭാവമുള്ള വ്യക്തികളാണ് നമ്മൾ കൂടെ വരുന്നതെങ്കിൽ, നമ്മൾ മാറുന്നതെങ്കിൽ, നമ്മൾ ആലോചിക്കുക ആ സ്വഭാവം ആർസിഎമ്മിനെ സംബന്ധിച്ച് വളരെയധികം വിജയത്തിന്റെ പടവുകൾ ചേരാൻ പറ്റുന്ന ആ ഒരു 3 പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ കുറിച്ച് നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ നമുക്കൊരു ക്ലാസ്സുകൾ നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഈ ആക്ഷൻ പ്ലാൻ അല്ലെ? എന്താണ് ആക്ഷൻ പ്ലാൻ അല്ലെ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, എങ്ങനെ വിജയിച്ച ആളുകളെ കുറിച്ച് ചർച്ച ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ആക്ഷൻ പ്ലാൻ. എന്താണ് ആക്ഷൻ പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് സ്വപ്നങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരാം. സ്വപ്നങ്ങൾ നമ്മൾ എഴുതാൻ പറയുമ്പോൾ നമ്മൾ എഴുതി വെക്കുന്നത് 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അതിനകത്തൊരു സ്വിമ്മിംഗ് പൂള്, നല്ലൊരു കാറ്, നല്ലൊരു ബാങ്ക് ബാലൻസ്, നല്ല മക്കളെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇതെല്ലാം നമ്മൾ സാധാരണയായിട്ട് എഴുതി വെക്കുന്ന ഒരു സ്വപ്നങ്ങളുടെ പട്ടികയാണ്.
ഈ പട്ടിക നിരത്തിയിട്ട് നമ്മളെ സ്വപ്നങ്ങളെല്ലാം കൂട്ടാൻ നമ്മളെ APJ അബ്ദുൽ കലാം ജി അല്ലെ, നമ്മളെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു നയതന്ത്രജ്ഞൻ അല്ലെ, നമ്മളെ മിസൈൽ മാൻ ഒക്കെ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ വീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോ ഈ കഴിഞ്ഞ ദിവസം യുദ്ധം ഉണ്ടായ സമയത്ത് ചൈനയുടെ പടക്കങ്ങളൊക്കെ വന്ന് ഇവിടെ പൊട്ടിപ്പോയത് അല്ലെ. നമ്മൾ എല്ലാവരും കേട്ടാണ് കണ്ടാണ് അല്ലെ. നമ്മളിവിടെ പടക്കം പൊട്ടിക്കാൻ വരുന്ന തന്നെ നമ്മൾ ഇന്ത്യൻ മിലിറ്ററി അവര് അയച്ചുവിട്ട ആയുധങ്ങളൊക്കെ പടക്കം പൊട്ടിക്കുന്നവര് പൊട്ടിച്ചു കളഞ്ഞത് നമ്മൾ കേട്ടതാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മളെ ഇന്ത്യയെ മാറ്റിയത് അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണമാണ്. ആ ദീർഘവീക്ഷണം നമ്മൾ RCBയിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. ഈ പറഞ്ഞ സ്വപ്നങ്ങളുണ്ട്, സ്വപ്നങ്ങളെല്ലാം നമുക്ക് എഴുതി വെക്കുന്നുണ്ട്. ഈ സ്വപ്നം കണ്ടിട്ട് നമ്മൾ ഈ 2000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ കാറിനെ കുറിച്ചൊക്കെ സ്വപ്നം കണ്ടിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഇടാൻ പറയാറുണ്ടല്ലോ നമ്മൾ ലീഡേഴ്സ്. മക്കളെ ലിസ്റ്റ് ഇടൂ, ലിസ്റ്റ് ഇടൂ, ലിസ്റ്റ് ഇടൂ അല്ലെ. ലിസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ആളുകളെ കാണാൻ പോകണം. ഇത്രയും വലിയ സ്വപ്നങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ ഇടുന്ന ലിസ്റ്റിന്റെ എണ്ണം 5, 10, 15, 20, മാക്സിമം 50 പേരെ. ഈ 50 പേര് മതിയാവോ സാറേ? ഇത്രയും അധികം സ്വപ്നങ്ങളുള്ള നമുക്ക് 50 പേരുടെ ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എംബ്രാൾഡ് ആവോ? നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളുടെ സ്വപ്നങ്ങൾ എത്രയുണ്ടോ അത്രയും വലിയ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് യൂസ്. നമ്മൾ 100% പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. 100% പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യല്ലേ. ഡിസ്പ്ലേ എന്തിനു ചെയ്യണത്? ഇപ്പൊ നമ്മൾ മോഹൻ സാറിന്റെ പുറകിൽ ഒരു ഡിസ്പ്ലേ വാള് കാണുന്നുണ്ടല്ലേ. എന്തിനാ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്? പണ്ട് കാലത്തൊക്കെ നമ്മൾ മല്ലി, മുളകൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ വെക്കുന്നത് ഒരു ഷെൽഫിലേക്കല്ലേ. ആരും കാണാത്ത ഒരു അടുക്കളയിൽ ഒരു ഷെൽഫിന്റെ ഉള്ളിൽ കയറ്റി വെക്കുന്ന സമയത്ത് നമ്മളിവിടെ അലങ്കരിച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ വെക്കുന്നുണ്ടല്ലേ ഡിസ്പ്ലേ അല്ലെ. നമ്മളെ ഒരു കാർ കമ്പനിക്കാർ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ആളുകൾ ഇവരെല്ലാം തന്നെ ഡിസ്പ്ലേ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മല്ലിപ്പൊടിയും മുളകുപൊടിയും എല്ലാം സാധനങ്ങളിൽ കാറുകൾ അല്ലെ, ലക്ഷക്കണക്കിന് രൂപ വരുന്ന കാറുകൾ വരെ 5 എണ്ണം 10 എണ്ണം വാങ്ങിച്ച് നമ്മൾ ഡിസ്പ്ലേ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഒരു കാണുമ്പോൾ അല്ലെ ആളുകളെ ആകർഷിക്കാൻ. ചിലപ്പോ ഒരു ഫ്രണ്ട് ആയിരിക്കും ചിലപ്പോ കൂടെ ഒരു കാർ നോക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിനെയും കൂടിയിട്ട് ഈ പറഞ്ഞ ആ ഒരു ഡിസ്പ്ലേ കാണുമ്പോൾ എനിക്കും ഇത് വാങ്ങണം എന്നുള്ള മെന്റാലിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ അപ്പൊ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ? ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഡിസ്പ്ലേ വാൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ലീഡേഴ്സ് പറയുന്ന ആ വീക്ഷണത്തിൽ നമ്മൾ ഡിസ്പ്ലേ വാൾ എന്തായാലും മസ്റ്റ് ആയിട്ട് തുടങ്ങണം. നമ്മൾ RCBയിലൂടെ വിജയിക്കണം, RCBയിലൂടെ എന്തെങ്കിലും നേടണം എന്ന് ആരൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അവന്റെ വീട്ടിൽ മസ്റ്റ് ആയിട്ടും ഒരു ഡിസ്പ്ലേ വാൾ നമ്മൾ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ അല്ല ഷെയർ. എനിക്ക് RCMന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ച് നല്ല ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. എന്റെ വീടിന്റെ അപ്പുറത്ത് ഇതേ ആരോഗ്യ പ്രശ്നം തന്നെ അവർക്കുണ്ട്. പക്ഷെ അവന് ഞാൻ കൊടുക്കില്ല, അവൻ നന്നാവണ്ട എന്ന മെന്റാലിറ്റി കൊണ്ട് നമ്മൾ RCMയിലൂടെ കാറ് വാങ്ങിക്കണ സ്വപ്നം ദിവാസ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കും. നടക്കോ? ഷെയർ ദ പ്രൊഡക്റ്റ്. ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരോ ഷെയർ ചെയ്യാൻ അല്ലെ. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു നല്ലൊരു ബാർബർ ഷോപ്പ് നമ്മൾ തുടങ്ങി വെച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ഫെസിലിറ്റിയോടെ തുറന്നു വെച്ചിട്ട് നമുക്ക് വരുമാനം വരുമോ? നല്ലൊരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ തുറന്നു വെച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, പൈസ വരുമോ? നല്ല നല്ല ആഡംബര കാറുകളുടെ ഒരു ഷോറൂം തുടങ്ങി. റിലയൻസ് പോലുള്ള ഒരു വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ അവര് ഇങ്ങനെയുള്ള ഒരു നല്ല നല്ല പ്രോഡക്റ്റുകൾ നല്ല ഡിസ്പ്ലേ ആക്കി നമ്മൾ വെച്ചു. പൈസ കിട്ടോ ഇന്ദിര മാഡം? അവിടെ അവർക്ക് ആളുകൾ വേണം അല്ലെ. ആളുകൾ കയറിയാൽ മാത്രമേ, ബാർബർ ഷാപ്പിൽ ആളുകൾ കയറിയാൽ മാത്രമേ അവർക്ക് പൈസ കിട്ടുള്ളൂ. ആളുകൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച ആളുകൾ കയറിയാൽ മാത്രമേ ആളുകളുടെ എണ്ണം അനുസരിച്ച് ആളുകൾ പർച്ചേസ് ചെയ്യുന്ന കപ്പാസിറ്റി അനുസരിച്ചാണ് അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് മേഖല എടുക്കും, ഒരു ആഡംബര കാറുകൾ അല്ലെങ്കിൽ സാധാരണ ഒരു കാറുകൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെറുതെ നിന്ന ഒരു ആളുകൾ കയറാതെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അവിടെ പൈസ കിട്ടുമോ? സച്ചിൻ ടെണ്ടുൽക്കർ, നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിക്കറ്റിന്റെ ദൈവം, അദ്ദേഹം വെറുതെ ഒരു ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വല്ല പൈസ വന്നിട്ടുണ്ടാവോ? സജീവ് കുമാർ സാറ്, നമ്മുടെ ഗ്രേറ്റ് ലീഡർ, സാറിന്റെ വീട്ടിൽ സാറ് സൂപ്പറായിട്ട് ആ മാർക്കറ്റിംഗ് പ്ലാനും കമ്പനി പ്രൊഫൈലൊക്കെ സാറ് വീട്ടിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൈസ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും അല്ലെ. നമ്മള് സജി സാറ് വിട്, നമ്മളെ ഗ്രേറ്റ് ലീഡർ അപ്ലൈനാണ്. നമ്മള് വീട്ടിൽ നിന്ന് നമ്മൾ പറയുന്നുണ്ട്, നമ്മള് ഒരാളോടും പോലും ഷെയർ ചെയ്യാതെ ഒരാളോട് പോലും പറയാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വരും. ഇവർക്കെല്ലാവർക്കും ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്കും അത് തന്നെയാണ് ഇവിടെ.
ടി.സി. ജാബറാജ് പറഞ്ഞത്, നമുക്കും എത്രയാണോ ആളുകൾ ഷെയർ ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടുന്നു, എത്രയാണോ നമ്മളെ കൂട്ടത്തിൽ വന്ന് നമ്മളൊരു ടീമായിട്ട് മാറുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അല്ലാണ്ട് വെറുതെ നമ്മളെ ടി.സി. ജാബറാജ് ഇന്ന പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഷൈൻ ബാബു സാർ ഇന്ന പൈസ നമ്മുടെ സജീവ് കുമാർ സാർ, ജിഷ അങ്ങനെയുള്ള ലീഡേഴ്സിന് വെറുതെ പൈസ ഇട്ട് കൊടുക്കുന്നല്ല. അവിടെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. നമ്മൾ ആളുകളിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കാറ്റഗറി പ്രോഡക്റ്റ്, ഓരോ കാറ്റഗറി വൈസ് നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ കറുകുറ്റി പ്രോഗ്രാമിൽ ഒരു ആളുകളെ എങ്ങനെ ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒരു ഇതിലൂടെ കാണിച്ചിരുന്നു അല്ലെ. അവിടെ നമ്മൾ അല്ലാത്ത ഡ്രസ്സ് ധരിച്ചു പോയിട്ട് ഒരാളോട് ആർസിഎം വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ വളരെ ചങ്കുറ്റത്തോട് പറയുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുമ്പോൾ, ഇത് നിങ്ങളുടെ ആർസിഎമ്മിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, ഇത് ആർസിഎമ്മിന്റെ ഡ്രസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചുരുങ്ങിപ്പോകുന്ന ആ ലെവലിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ കാറ്റഗറി ആയിട്ടുള്ള നമ്മൾ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് ഫുൾ ആയിട്ട് കഴിക്കുക. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവമാണ് യൂസ് മേക്ക് എ ലിസ്റ്റ്. ഇതാണ് നമുക്ക് ഏറ്റവും അധികം, നമുക്ക് എത്ര സ്വപ്നങ്ങളുണ്ടോ, എത്ര നമ്മൾ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, അതിനനുസരിച്ച് നിങ്ങളുടെ ലിസ്റ്റ് വലുതാക്കുക. ഓരോ ദിവസവും ലിസ്റ്റ് വലുതാക്കി ഓരോ വ്യക്തികളെയും നമ്മുടെ ഈ പറഞ്ഞ വൈറ്റ് ലെവൽ അച്ചീവേഴ്സിനെ ഓരോ ദിവസം ക്രിയേറ്റ് ചെയ്ത് ഓരോ ദിവസം വൈറ്റ് ലെവൽ അച്ചീവേഴ്സിന് ഓരോ സ്റ്റെപ്പുകൾ കയറ്റി പോകും തോറും നമ്മുടെ ഓരോ സ്വപ്നങ്ങൾ പൂവണിയുന്ന ലെവലിലേക്ക് മാറാൻ പറ്റും അല്ലെ. ഈ മേക്ക് എ ലിസ്റ്റിനൊക്കെ നമുക്ക് ലീഡേഴ്സ് ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇടണം എന്നുള്ളത്. നെയിം, പ്ലേസ്, പ്രൊഫഷൻ, ഏജ്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഫ്രണ്ട്സ് എന്ന കാറ്റഗറിയിലൊക്കെ തിരിച്ച് നമ്മൾ എഴുതിയിട്ട് അത് കറക്റ്റായിട്ട് ആരൊക്കെയാണോ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത് അവർ വിജയിച്ചു കയറിയിട്ടുണ്ട്. നമ്മളത് കറക്റ്റാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വിജയ സ്റ്റെപ്പുകൾ നമ്മൾ കയറുമല്ലേ. നമ്മൾ ആർസിഎമ്മിൽ കയറി നിന്നിട്ട് നമ്മൾ പറയാണ് വിജയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മളെ ഗ്രേറ്റ് ലീഡറായ സജീവ് കുമാർ സാർ കഴിഞ്ഞ ദിവസം 6x കുറിച്ച് വളരെ എന്താ പറയാ, ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നമ്മൾ ഏറ്റവും മാക്സിമം കേട്ടണം. പക്ഷെ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഈ 6x കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോഴാണ് ശരിക്കും പറയുന്നത്, ശരിയാണല്ലോ ദൈവമേ, ഞാനിതൊന്നും ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഇത് ചെയ്യാതെ തന്നെ ഇവിടെ എത്തി, ഞാൻ ചെയ്തെങ്കിൽ എവിടെ എത്തി എന്ന് ആലോചിച്ച് നോക്കുക. ഓരോരുത്തർ ആലോചിച്ച് നോക്കുക. അപ്പൊ എല്ലാവരും ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മള് എന്തായാലും 6:39 അല്ലേ. അപ്പൊ നമ്മള് ആലോചിച്ച് നോക്കുക, നമ്മള് ജീവിതത്തിൽ വിജയിക്കണം എന്ന് പറയുന്നത് ഓരോ വിഭാഗത്തിന്റെ ആളുകൾ അല്ലെ. ക്രിസ്ത്യാനികൾ യേശുദേവന്റെ മുമ്പിലും, മുസ്ലിംസ് പടച്ചവന് മുമ്പിലും, ഹിന്ദുക്കളുടെ ദേവാലയത്തിന് മുമ്പിലൊക്കെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കല്ലേ, ദൈവം എനിക്ക് വിജയിക്കാനുള്ള അവസരം വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസരമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, ദൈവം ഇന്ന് നമ്മൾക്ക് തന്നേക്കണ ഈ ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ലോകം കണ്ടതിൽ വെച്ച് എല്ലാ സാധാരണക്കാരെയും വിജയിച്ച ഒരു പ്രസ്ഥാനമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമ്മളുടെ ദൈവം നമ്മളുടെ കയ്യിൽ തന്നിട്ട് ഇനി പോട്ടെ, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നമ്പർ 1 കമ്പനി, 25 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയിൽ നമുക്കൊരു ഐഡി ദൈവം തന്നിട്ട് അതും നമ്മൾ വേണമെങ്കിൽ വിട്ടോ. കൊമ്പിടി ഞാമക്കൽ എന്ന് പറയുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് അല്ലെ, എന്തിനും എപ്പോഴും സഹായം തരുന്നത്, എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങിന് അവസരം തരുന്നത്, മീറ്റിംഗ് തരുന്ന ഒരു കൊമ്പിടി ഞാമക്കൽ എന്ന് പറയുന്ന ടീമിലേക്ക് നമുക്ക് ഒരു എൻട്രി തന്നിട്ടും നമ്മൾ വിജയിക്കുന്നില്ല എങ്കിൽ അവിടെ ഈ ദൈവം തന്നെ നാളെ വന്നിട്ട് നിന്നെ വേണമെങ്കിൽ നമ്മളെ തല്ലി ശരിയാക്കും. ഇത്രയും നല്ല അവസരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു കൊമ്പിടി ഞാമക്കൽ എന്ന് പറയുന്ന ട്രെയിനിലേക്ക് ഒരു കൊമ്പിടി ഞാമക്കൽ എന്ന് പറയുന്ന ട്രെയിനിൽ നമ്മളെ സജീവ് കുമാർ സാറ് ലക്ഷ്യമുണ്ടോ? ഉണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ട്രെയിനിലേക്ക് വാട മക്കളെ കയറി എന്ന് പറഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് കയറ്റുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷന്റെ ആ ട്രെയിൻ പോകുന്നത് 50 ലക്ഷത്തിലേക്കുള്ള ആ ട്രെയിനിലാണ് നമ്മൾ കയറാൻ വേണ്ടി നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് സജീവ് കുമാർ സാറും ബിൽ സാർ പോലുള്ള ആളുകൾ വിളിക്കുന്നത്. അവിടെ നമ്മൾ പോയി റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയും ഓരോ പ്രോഗ്രാം 300 രൂപ 200 രൂപ എന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ടിക്കറ്റ് ഞാൻ എടുക്കും അല്ലെ. നമ്മളെ ശനിയാഴ്ച ഒരു പ്രോഗ്രാം വരാൻ പോകുന്നു, 300 രൂപ ടിക്കറ്റ് ഞാൻ എടുക്കും. വേണ്ട, അങ്ങനെ സാറ് അവിടെ ട്രെയിൻ കൊണ്ട് 50 ലക്ഷത്തിലേക്ക് എത്തണ്ട. ആ ട്രെയിനിന്റെ പുറകെ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ പോകുന്നില്ല. ആ ട്രെയിനിൽ കയറി നിന്ന് ആ ലീഡേഴ്സിന്റെ ഒപ്പം പോയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ 50 ലക്ഷത്തിലേക്ക് എത്തുള്ളൂ. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എങ്ങനെയാണ്? ഫീസ് ഉണ്ട് മക്കളെ എന്ന് പറയുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഒരു നിപ്പുണ്ട്, 300 രൂപ കൊടുക്കണേ.
ഒരു പ്രോഗ്രാമിന്, അതും 25 ലക്ഷം രൂപ കിട്ടുന്ന ഒരാളുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾക്ക് പോകണമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ചുറ്റുപാട് 1 ലക്ഷം 2 ലക്ഷം രൂപ കിട്ടുന്ന ആളുകൾ നമ്മുടെ അടുത്ത് വന്നാലും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. അവര് വിജയിച്ച വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെയാണ് 50 ലക്ഷം 25 to 50 ലക്ഷം രൂപ കിട്ടുന്ന ഒരു വ്യക്തിയുടെ ക്ലാസ് നമുക്ക്, അദ്ദേഹം ഇങ്ങനെയാണ് മക്കളെ ഞാൻ വിജയിച്ചത്, നിങ്ങൾ ഇങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കാര്യം കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ലീഡേഴ്സ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നിന്ന് ട്രെയിനിലേക്ക് കയറാൻ പറയുമ്പോൾ ആളുകൾ ചെന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയും 300 രൂപ കൊടുക്കണം ലീഡേഴ്സിനടുത്ത്. 300 കൊണ്ട് ലീഡേഴ്സൊക്കെ രക്ഷപ്പെടാം. ആ പൈസയിൽ നിന്ന് കിട്ടിയവരോട് ലീഡേഴ്സിന് പൈസ തിരിച്ചെടുക്കാനായിട്ട്. സജികുമാർ സാർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വന്ന ഒരു ലിസ്റ്റ് അല്ലെ, പൈസയുടെ ലിസ്റ്റ് കാണിച്ചു 3 സംതിങ് അല്ലെ. ഇതെല്ലാം ഇങ്ങനെ ഈ 300 200 എടുത്തിട്ട് തന്നാണ്. അവിടെയാണ് നമ്മളെ ചിന്താഗതി മാറ്റേണ്ടത്. വിജയിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ആ വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുന്നില്ല. ആ ട്രെയിനിൽ വെറുതെ കയറി എന്നാൽ നമ്മളെ ലീഡേഴ്സ് കൊണ്ടുപോയില്ലേ അവിടേക്ക്. അവിടെ ആ ലീഡേഴ്സ് കയറ്റാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോഴും നമ്മൾ പറയാൻ നമ്മളെ കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് വിജയിക്കാൻ പറ്റുമോ? നമുക്കാണ് വിജയിക്കേണ്ടത്, നമുക്കാണ് ആ സ്വപ്നങ്ങളുള്ളത് അല്ലെ. ഈ പറഞ്ഞ നമ്മളെ പുച്ഛിച്ചവരെയും തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നമ്മൾ നല്ലൊരു പ്രീമിയം കാറിൽ, സാധാരണ ഒരു നല്ലൊരു കാറിൽ പോയിട്ട് അവന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന കിക്ക് ഉണ്ടല്ലോ, ആ കിക്ക് കിട്ടണമെങ്കിൽ ആ ട്രെയിനിൽ കയറിയേ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ അവിടെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഇങ്ങനെ നിന്ന് കിട്ടാൻ പോകുന്ന സംഭവമല്ല ഈ പറഞ്ഞ ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വപ്നങ്ങളിലൊക്കെല്ലാം ആർജവം ഉണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. ആ ഒരു തീ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ചിന്തിക്കുക. ആ തീ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഏകദേശം 6:55 അല്ലെ. സജികുമാർ സാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നത് 1.5 to 2 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. കാരണം അദ്ദേഹം സ്റ്റാർ എമറാൾഡ് എന്ന പൊസിഷനിലേക്ക് എത്തിയല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു സാധാരണക്കാരായ വ്യക്തിയിൽ നിന്ന് സ്റ്റാർ എമറാൾഡ് എന്ന പൊസിഷനിലേക്ക് അദ്ദേഹം മാറിയപ്പോൾ കിട്ടിയത് 2 ലക്ഷത്തിനും 1.25 ലക്ഷം രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പെർ ഡേ വരുമാനം എന്ന് പറയുന്നത് 7,692 രൂപ. 26 ദിവസം വർക്ക് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. ഇനി TC ചാബറാജ് അദ്ദേഹം അവിടെ നിന്ന് നോക്കുകയാണ്. സജികുമാർ സാർ മരപ്പണിക്കാരെ അത്രയൊന്നും പൈസ കൊടുക്കണ്ട, മരപ്പണിക്കാരന് ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മോഹൻ സാറെ? മരപ്പണിക്കാരനെ മാക്സിമം എത്ര കൊടുക്കും ഒരു ദിവസം? 1000 രൂപ. 1000 രൂപ. അവിടെ നിന്ന് TC ചാബറാജ് നോക്കണ്. സജികുമാർ സാർ എന്ന വ്യക്തി മരപ്പണിക്കാരാണ്. 7,692 രൂപയെ അവിടെ അക്കൗണ്ടിനെ വിളിച്ചു പറയണേ സാറ് ഇത്രയും കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാറ് ഇനി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാലും ഇവിടെ നിൽക്കുന്ന പുലിക്കുട്ടികളായ വ്യക്തികൾ, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനടക്കമല്ല, നമ്മളെല്ലാവരും അടക്കം ഉള്ള പുലിക്കുട്ടികൾ നമുക്ക് വിജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഈ സജികുമാർ സാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി അവിടെ തന്നെ നിൽക്കേണ്ടി വരുമോ? പെർ ഡേ 7,692 നിന്ന് അദ്ദേഹത്തിന്റെ വരുമാനം പെർ ഡേ കൂടോ? നമ്മൾ ചിന്തിക്കുക. അവിടെ അന്ന് സജികുമാർ സാർ എന്ന വ്യക്തി അന്ന് കണ്ട വിഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ട്രെയിൻ സൃഷ്ടിച്ചപ്പോൾ ആ ട്രെയിനിന്റെ മുമ്പിൽ എഞ്ചിനായിട്ട് അദ്ദേഹം നിന്ന് അതിനുശേഷം ഓരോ മാസം കഴിയുമ്പോഴും ഈ എഞ്ചിന്റെ ഇടയിലെ ഒരു 150, 500, 300, 400, 500 ഒക്കെ ഉള്ള ബോഗികൾ നമ്മൾ എഞ്ചിനായിട്ട് നമ്മൾ ലീഡറായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് ബോഗികൾ വെച്ചിട്ട് എത്ര നാൾ നമ്മൾ വലിക്കാൻ പറ്റും? നമ്മൾ ആലോചിച്ച് നോക്കുക. ആ വലിക്കുന്നതിന്റെ ഇടയിൽ ഓരോ ബിജി സാറിനെ പോലെയും ഷൈൻ ബാബു സാറിനെ പോലെയും സുന്ദർ സാറിനെ പോലെയും ജയശ്രീ മാഡത്തിനെ പോലുള്ള വ്യക്തികളെ ഓരോ എഞ്ചിനായിട്ട് അവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് എങ്ങോട്ടായിരിക്കും? നമ്മൾ ആലോചിച്ച് നോക്കുക. ആ സ്പീഡ് കൂട്ടാനുള്ള എഞ്ചിൻ നമ്മളായിട്ടുണ്ടോ? എഞ്ചിനായിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മളുടെ ടീമിൽ എത്ര എഞ്ചിൻ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആർസിനോട് വിജയിക്കാൻ പറ്റുള്ളൂ. ഇതിലൂടെ മാത്രമേ നമുക്ക് ആർസിനോട് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കുറെ കാര്യങ്ങളുണ്ട്, എന്തായാലും സമയക്കുറവ് ഞാൻ കിട്ടുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തീയായിട്ട് വന്നാൽ മാത്രമേ ആർസിനോട് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. ആ ഒരു എന്തെങ്കിലുമല്ല നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, നമ്മൾ കണ്ട കാറുകൾ, നമ്മൾ കണ്ട ഏതൊക്കെ കാറുകൾ ഉണ്ടാവും, കാറുകളൊക്കെ നമ്മുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടു നിരത്തിയിടണമെങ്കിൽ ആർസിനോട് എന്തെങ്കിലും ചെയ്താലല്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ലീഡേഴ്സ് പറയുന്നത് എന്താണോ ആ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് സജികുമാർ സാറ് പറയണ വഴി തന്നെ ഇത്ര നാളേക്ക് കൊണ്ടു നമ്മൾ വീട്ടിൽ വെച്ചിട്ടില്ലേ, ആ സാധനം എടുത്തിട്ട് നമ്മൾ ഉറച്ചെങ്കിലും നോക്ക്. അത് മറ്റേ വൈരമാണോ ഇതാണെന്നുള്ളത് ഉറച്ചെങ്കിലും നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ ആർസിനോട് എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും വലിയ വലിയ എന്തൊക്കെയുണ്ടോ ഭൂമിയിലുള്ള അതെല്ലാം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. JRCM. താങ്ക് യു ഇന്ദിരാ മാഡം, ഇങ്ങനൊരു അവസരം തന്നേ.
താങ്ക് യു ബൈജു സാർ. ഒന്നും പറയാനില്ല. ഞാൻ കയറുമ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് എനർജിയാണ് രാവിലെ തന്നെ കിട്ടേണ്ടത്. ഞാൻ പറഞ്ഞു അല്ലേ, എല്ലാവർക്കും നല്ല എനർജി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത്രയും നല്ല അറിവുകൾ തന്ന നമ്മുടെ ഗേറ്റ് ലീഡറായ ബൈജു സാറിന് നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ. കാരണം ഇന്നലത്തെ ഇന്ന് 2 ദിവസമായിട്ട് റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ കിട്ടിയ ഒട്ടനവധി പോയിന്റ്സ് സാറ് അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞു ആ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരും അവരുടെ ടീമിലേക്ക് അവിടെ നിന്ന് കിട്ടിയ അറിവുകൾ പകർത്തണമെന്ന്. ആ ഒരു ഇത് തന്നെയാണ് ബൈജു സാർ നമുക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ കാഴ്ചവെച്ചത്. സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് കിട്ടി. ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒരു വിലയിരുത്തലുകൾ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പം അതിനു വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡർ അല്ലേ, നമ്മുടെ കുമ്പിടി ടീമിനെ നയിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറായ സ്റ്റാർ എമറാൾഡ് സജീവ് കുമാർ സാറിനെ ഞാൻ വേദിയിലേക്ക് എല്ലാവരുടെയും നിറഞ്ഞ കയ്യടിയോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു ഇന്ദിര മാഡം. ഇന്ന് നല്ല ഒരു മോട്ടിവേഷൻ ക്ലാസ്, ഒരു ഫയറാണ് ഇന്ന് ബൈജു സാറ് നമുക്ക് തന്നത്. കാരണം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം, അതല്ലെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഇന്നൊരു തീപ്പൊരി ഈ ഒരു വാക്കുകളിലൂടെ ആർക്കെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആളി കത്തിക്കാനുള്ള ഒരു ഊർജമായിട്ട് വേണമെങ്കിൽ എടുക്കാം. കാരണം ഇന്ന് ഒരു ബാങ്ക് ജീവനക്കാരനായിട്ട് ഇരിക്കെ തന്നെ ആർസിമിനെ മനസ്സിലാക്കി ആർസിമിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തത് സ്റ്റാർ പ്ലാറ്റിനം. കാരണം ഞാൻ ആർസിമില് വന്നപ്പോൾ ഞാൻ എന്നും മനസ്സിൽ കൊതിച്ച ഒരു ലെവലാണ് സ്റ്റാർ പ്ലാറ്റിനം. ഗിരി സാർ പറഞ്ഞു എ സൈഡിൽ 3.5, ബി സൈഡിൽ 3.5, പോക്കറ്റിൽ 50,000. പക്ഷെ ഇന്ന് 50,000-ന് പകരം ഒരു 60,000 രൂപ ബോണസ് അടക്കം വരുന്ന ഒരു ലെവലാണ് സ്റ്റാർ പ്ലാറ്റിനം. അങ്ങനെ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആ സന്തോഷമാണ്, അദ്ദേഹത്തിന്റെ ജീവിത അനുഭവമാണ്, അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ പങ്കുവെച്ചത്. അനേകം മഹാന്മാരെ വിജയിച്ച ആളുകളെ നിരത്തിക്കൊണ്ട്, സച്ചിൻ തെണ്ടുൽക്കർ അങ്ങനെയുള്ള ഓരോ വ്യക്തികളെയും നിരത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു പിന്നാമ്പുറത്ത് അവരൊന്നുമല്ലായ്മയിൽ നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് വിജയിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് അവരൊരു മേഖല, വിജയിക്കാനുള്ള ഒരു മേഖല തെരഞ്ഞെടുത്തു. അവരുടെ കഴിവുകള് അവിടെ മാക്സിമം എടുത്തു. അവര് ലോകത്തിന്റെ മുന്നിൽ വിജയികളായിട്ട് നിൽക്കുന്നു. ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്കും സാധിക്കും എന്നുള്ളതാണ് ബൈജു സാർ ഇന്നിവിടെ ചൂണ്ടിക്കാണിച്ചത്. ഒരാൾക്കും മാറി നിൽക്കേണ്ടതില്ല. കാരണം മറ്റുള്ള മേഖലയിൽ ഒരു പക്ഷെ നമുക്ക് സാധിക്കില്ല എന്ന് വരും. ഇപ്പൊ ക്രിക്കറ്റ് മേഖലയില് മോഹൻ സാറെ ഇനി ക്രിക്കറ്റ് കളിച്ച് ഫേമസ് ആവാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ല എന്ന് വരും. മോഹൻലാലിനെ പോലെ അഭിനയിച്ച് ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ല എന്ന് വരും. കാരണം അതൊക്കെ പ്രത്യേക വ്യക്തിത്വങ്ങൾക്ക്, കാരണം അതിന്റെ കഴിവ് അല്ലെ, പരിശ്രമിച്ചാൽ എല്ലാം പറ്റും. പക്ഷെ ഓരോരുത്തർക്കും അതിൻ്റെതായ കഴിവുകള് അല്ലെങ്കിൽ ജന്മനയുള്ള വാസന, ആ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഉപ്പും മല്ലും മുളകും ഉപയോഗിക്കാൻ ആർക്കാണ് പറ്റാത്തത്? ഉപ്പും മല്ലും മുളക് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നല്ലതാണെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ ആർക്കാണ് പറ്റാത്തത്? നമ്മൾക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ ആർക്കാണ് പറ്റാത്തത്? ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിത ചെലവ് ചുരുക്കി കൊടുക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കാൻ ആർക്കാണ് പറ്റാത്തത്? അവർക്ക് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ ആർക്കാണ് പറ്റാത്തത്? ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആർസിമിലൂടെ സാധിക്കുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആർക്കാണ് പറ്റാത്തത്? ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ടീമംഗങ്ങൾ, ലീഡേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലങ്ങളില്, പ്രോഗ്രാമുകളിൽ 10 ആളെ കൊണ്ടുവന്നിരുത്താൻ ആർക്കാണ് പരിശ്രമിച്ചാൽ പറ്റാത്തത്? ഇത്രയും കാര്യങ്ങൾ ചെയ്യില്ല. മറ്റുള്ള മേഖലയില് ഒരു സുനിൽ ഗവാസ്കറോ, ഒരു സച്ചിൻ തെണ്ടുൽക്കറോ, ഒരു കപിൽ ദേവോ ചുരുക്കം ആളുകളാണ്. ഒരു സമൂഹത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് കടന്നു വരുന്ന ചുരുക്കം ആളുകളാണ്. പക്ഷേ സിനിമാ ഫീൽഡിലേക്കും അതേപോലെ ചുരുക്കം ആളുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നു വരാറുള്ളൂ. പക്ഷെ ആർസിഎമ്മിലൂടെ നമ്മുടെ നാട്ടിലെ ഏതൊരു വ്യക്തിക്കും, ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ഏതൊരു വ്യക്തിക്കും
നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമാണ്, സിമ്പിളായുള്ള സൂത്രവാക്യമാണ് RCM. പക്ഷെ ആ സിമ്പിളായുള്ള സൂത്രവാക്യം പ്രയോഗിക്കാൻ പലരും തയ്യാറല്ല. അവിടെയാണ് പ്രശ്നം. RCMന്റെ സിസ്റ്റം അല്ലെ, ക്രിക്കറ്റ് കളി കളിക്കുമ്പോൾ, സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ, വക്കീലാവുമ്പോൾ, എഞ്ചിനീയർ ആവുമ്പോൾ ആ മേഖലയിൽ എന്താണോ ചെയ്യേണ്ടത് ആ മേഖലയിലുള്ള കാര്യങ്ങൾ ചെയ്താലല്ലേ വിജയിക്കുള്ളൂ. അപ്പോൾ ആ മേഖലയിലുള്ള ഏതൊരു വ്യക്തിയായാലും, അറിവുള്ള ആളായിക്കോട്ടെ, വിദ്യാഭ്യാസമുള്ള ആളായിക്കോട്ടെ, ആരായിക്കോട്ടെ, പല ബിസിനസ് ചെയ്ത ആളായിക്കോട്ടെ, പക്ഷെ RCMലേക്ക് വരുമ്പോൾ RCMലൂടെ വിജയിക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ RCMന്റെ തത്വമാണ് മനസ്സിലാക്കേണ്ടത്, RCMന്റെ കാര്യങ്ങളാണ് കേൾക്കേണ്ടത്. അതാണെന്ന് ബൈജു സാറ് പറഞ്ഞത്. ഓരോ വ്യക്തികളും വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ വ്യക്തികളും ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ഒരു തപസ്സുണ്ട്, അതിന്റെ പിന്നിൽ ഒരു കഷ്ടപ്പാടുണ്ട്, അതിന്റെ പിന്നില് ഒരു ബുദ്ധിമുട്ടിനെ തരണം ചെയ്ത് മറികടന്ന ഒരു മനസ്സുണ്ട്. അത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ട്രെയിനിങ്ങുകളും, അതിനാണ് നമുക്ക് പ്രോഗ്രാമുകളൊക്കെ. അറിവും കഴിവും കൂട്ടി, നമ്മുടെ സ്കില്ല് കൂട്ടി, നമ്മുടെ ചിന്താഗതികളെ, സാധാരണക്കാരായിരിക്കുന്ന ചിന്താഗതികളെ മാറ്റി അസാധാരണക്കാരന്റെ ചിന്താഗതി കൊണ്ടുവരാനുള്ള അവസരങ്ങളാണ് ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ. പക്ഷെ പലരും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നു. വൈദ്യ സാറ് ഇവിടെ സൂചിപ്പിച്ചു, വൈദ്യ സാറ് പറഞ്ഞത് 300 രൂപ 25 ലക്ഷം മേടിക്കാൻ, 25 ലക്ഷം മേടിക്കാൻ കിട്ടുന്ന അറിവ് കിട്ടാൻ 300 രൂപ കൊടുക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, സജീവ് നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ 3 പ്രാവശ്യം ക്ലാസ് കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ് 3000 രൂപ കൊടുത്ത്, രണ്ടാമത്തെ ക്ലാസ് 3500 രൂപ കൊടുത്ത്, അങ്ങനെ 4000 രൂപ കൊടുത്ത് ക്ലാസ് ഒരു ദിവസത്തെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ജൂൺ 8-ാം തീയതി സജീവ് നായരുടെ ഒരു ക്ലാസ് ഉണ്ട്. ടിക്കറ്റിന്റെ ചാർജ് അറിയണ്ടേ? ഒരു ദിവസത്തെ 5000 രൂപ. അവിടെ വെറും മോട്ടിവേഷൻ, അവിടെ ഒരു മനുഷ്യന്റെ ചിന്താഗതി മാറ്റി തരുന്ന ഒരു സംവിധാനത്തിന് ഒരു ദിവസം കൊടുക്കുന്ന ഒരു ടിക്കറ്റിന്റെ പൈസ, ഒരാൾക്ക് പങ്കെടുക്കാനുള്ള ടിക്കറ്റിന്റെ പൈസ 5000 രൂപ. ഇവിടെ RCMലൂടെ വിജയിച്ച് നിങ്ങൾക്കൊരു ഡയമണ്ട് വരായി 50 ലക്ഷം ഞാൻ മേടിച്ചതാണ്, അത് നിങ്ങളും മേടിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അത് കേൾക്കാൻ 300 രൂപ മുടക്കാൻ നമ്മൾക്ക് ചഞ്ചലിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കാം. സജീവ് നായരുടെ ക്ലാസ് കേട്ടാൽ 50 ലക്ഷം വാങ്ങിക്കാനുള്ള അവസരം അദ്ദേഹം പറഞ്ഞു തരില്ല. പക്ഷെ സുരേന്ദ്ര സാറിന്റെ ക്ലാസ് കേട്ടാൽ RCMലൂടെ 50 ലക്ഷം മേടിക്കാനുള്ള അവസരം അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ അവിടെ നമ്മൾ അറിവിന് വേണ്ടി അവിടെ പോകുമ്പോൾ അവിടെ അറിവ് മാത്രമാണ് കിട്ടുക. ഇവിടെ നമ്മൾ ആ ഒരു അറിവിന്റെ കൂടെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ ഇത്ര കിട്ടും എന്നുള്ളതും കൂടി പറഞ്ഞു തരും. അവിടെ 5000 രൂപ, ഇവിടെ 300 രൂപ. 5000 ആണോ വലുത്, 300 രൂപയാണോ വലുത്? നീ അത് ചോദിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഹൗസ്ഫുള്ളാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹൗസ്ഫുള്ളാണ്. 5000 രൂപ കൊടുത്ത ആളുകള് അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ വരുന്നു. എന്തിനാണ് ആളുകൾ അവിടെ പോകുന്നത്? അതുകൊണ്ടാണ് സാധാരണ ചിന്താഗതിയിൽ നിന്ന് അസാധാരണ ചിന്താഗതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ, അതിനാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി വൈദ്യു സാറ് സൂചിപ്പിച്ചു. സൂപ്പർ ക്ലാസ് ആയിരുന്നു സാറേ. കാരണം ഒരു കോരിത്തെരിപ്പുണ്ടായി ക്ലാസ് കേട്ടിട്ട്, രോമൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു എനർജി കണ്ടിട്ടാ. കാരണം നമ്മൾക്ക് എനർജി ഉണ്ടെങ്കിലാണ് നമ്മുടെ കൂടെ വരുന്നവർക്ക് എനർജി ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് അത് സിനർജി ആയിട്ട് മാറുള്ളൂ, അല്ലെ? നമുക്ക് എനർജി ഉണ്ട്, നമുക്ക് മാത്രമേ എനർജി ഉള്ളൂ. പക്ഷെ നമ്മുടെ കൂടെ വരുന്നവർക്ക് എനർജി വേണമെങ്കിൽ നമ്മൾക്ക് കിട്ടിയ അറിവുകള് പങ്കുവെക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നാലാണ് അത് ഉണ്ടാവുള്ളൂ. അതൊന്ന് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന പൊൻപല്ലിരി ഇരിക്കുന്ന ഓരോരുത്തരും ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുള്ള ആളുകളായിരിക്കും. എടുത്തിട്ടില്ലെങ്കിൽ അവരോടൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും ഇത്രയ്ക്ക് പറഞ്ഞതല്ലേ, അപ്പൊ എനിക്ക് തോന്നി ഇന്ന് ബൈജു സാർ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കുഴപ്പമില്ല? ഇന്നലെ മേഡം അവസരം തരോ? ഒരു കഥ പറയാൻ ചെറുത്. അത് ഗുണം ചെയ്യും.
അതായത് ഒരു രാജാവ് യുദ്ധം തോറ്റ് നിൽക്കുന്ന സമയത്ത് പടയാളികളും ഇവരൊക്കെ തിരിഞ്ഞോടി യുദ്ധം തോറ്റു നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കാടിന്റെ ഉള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹം ഭയങ്കര അവശതനായി. അങ്ങനെ അദ്ദേഹം അവശനായിട്ട് ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് അദ്ദേഹം കെടുന്നു. ഒരു ആൽത്തറയിൽ ചെന്ന് കെടുന്ന് ആള് മയങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എണീറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദാഹം. നോക്കിയപ്പോൾ ആ പരിസരത്തൊന്നും കുടിക്കാനുള്ള ഒരു വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അദ്ദേഹം അങ്ങനെ ചുറ്റുപാടും ഒന്ന് എണീറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ആ ആലിന്റെ കുറച്ച് മുന്നിലായിട്ട് ഒരു മുനിശ്രേഷ്ഠൻ ഇരുന്ന് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്നു. അദ്ദേഹം ചെന്ന് ചോദിച്ചു. 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ അദ്ദേഹം ഉണർന്നിട്ട് മകനെ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്ന നാട്ടിലെ രാജാവാണ്. ഞാൻ ഇങ്ങനെ ആ യുദ്ധം തോറ്റ് ജീവിത രക്ഷാർത്ഥം ഞാൻ ഓടി വന്നതാണ്. എന്റെ നാട് നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, കുതിരകൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കൊന്നുമില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഈ കാട്ടിൽ അകപ്പെട്ടു. പിന്നെ എവിടേക്ക് പോകണം, എന്ത് പോകണം ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ദാഹം. എനിക്ക് കുടിക്കാനുള്ള ഒരു വെള്ളം കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമാവും. കുടിക്കാൻ വെള്ളം കിട്ടുകയാണെങ്കിൽ നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുനിശ്രേഷ്ഠൻ പറഞ്ഞു, ആ ആല് കണ്ടോ, എന്റെ മുന്നിൽ നിൽക്കുന്ന ആല് കണ്ടോ? ആലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ആവശ്യാനുസരണം കിട്ടും. ആലിനോട് ചോദിച്ച വെള്ളം, എന്നെ കളിയാക്കരുത് എന്ന് പറഞ്ഞു. കളിയാക്കിയതല്ല, നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം മനസ്സോടെ ആലിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എനിക്ക് കുടിക്കാനായിട്ട് ഇത്തിരി വെള്ളം കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഉടനടി ഒരു ജഗ്ഗില് വെള്ളം, ഇദ്ദേഹത്തിന് കുടിക്കാനുള്ള തരത്തിലുള്ള വെള്ളം, ഗ്ലാസും കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അത് ആർത്തിയോടുകൂടി കുടിച്ചു. ദാഹം മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും മുനിശ്രേഷ്ഠനോട് പറഞ്ഞു, എനിക്ക് ആകെ വിശന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞു. വിശന്നിട്ട് പാടെങ്കിൽ നോ പ്രോബ്ലം, അതും ആലിനോട് ചോദിച്ചാൽ നല്ല വിഭവ സമൃദ്ധമായ സദ്യ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും ആലിനോട് ചോദിച്ചു, എനിക്ക് വിഭവ സമൃദ്ധമായ സദ്യ എനിക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അനേകം കറികളും കാര്യങ്ങളും പായസടക്കമുള്ള ഒരു സദ്യ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ആ സദ്യ അവൾ ആർത്തിയോട് കൂടി കഴിച്ചു. അദ്ദേഹത്തിന് പിന്നെ മനസ്സിലായി, ആലിനോട് ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടും. ആള് ചിന്തിക്കുന്നില്ല എങ്ങനെയാണ് ഇത് തരുന്നത് ചിന്തിക്കുന്നില്ല. ആ സമയത്ത് അദ്ദേഹം അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ചാരുകസേര കിട്ടുകയാണെങ്കിൽ ഒന്ന് മയങ്ങാമായിരുന്നു. അദ്ദേഹത്തിന് ചാരുകസേര കിട്ടി, മയങ്ങി. അദ്ദേഹം ക്ഷീണമൊക്കെ തീർന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തെ പറ്റി ചിന്തിച്ചത്. ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കാണ്. എനിക്ക് നാട്ടിലേക്ക് ഇനി തിരിച്ചു പോകണമെങ്കിൽ എല്ലാം തിരിച്ചു പിടിക്കണം. അദ്ദേഹം ഈ ആലിന്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഇത്ര പടയാളികൾ വേണം, ഇത്ര കുതിരകൾ വേണം, ഇത്ര യുദ്ധക്കോപ്പുകൾ വേണം എന്നൊക്കെ പറഞ്ഞു. ഒരു യുദ്ധ സന്നാഹമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ രാജ്യം അവിടെ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. തിരിച്ചു പോയിട്ട് ആ പടയാളികളായിട്ട് പോയിട്ട് ആ രാജ്യം യുദ്ധം ചെയ്ത് തിരിച്ചു പിടിച്ചു. അദ്ദേഹം വിജയശ്രീ ലാളിതനായിട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഈ വഴി പറഞ്ഞു തന്ന ഈ മുനി കുമാരനെ കാണാനായിട്ട് പട്ടും മുളയും സ്വർണ്ണ നാണയങ്ങളും എന്ന് വേണ്ട എല്ലാം കൂടി അദ്ദേഹത്തിന് കാണാൻ വേണ്ടി രാജ്യത്ത് നിന്ന് അവിടെ പടയാളികളൊക്കെ ആയിട്ട് അദ്ദേഹം ഈ മുനി ശ്രേഷ്ഠനെ കാണാൻ വന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ കാട്ടില് ഇവിടെ ഇത്രയ്ക്കും ബുദ്ധിമുട്ടി ജീവിക്കുന്നത്? എല്ലാം തരുന്ന ആല് ഇവിടെ ഇല്ലേ? എല്ലാം തരുന്ന ആല് ഇവിടെയുണ്ട്. പക്ഷെ എന്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ടി ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്കുള്ള നല്ല വീട്, നിങ്ങൾക്ക് നല്ല വേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ഏത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആളില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങൾ കൊട്ടാരത്തിക്ക് വരൂ, നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു ഭവനം തന്നെ, ഒരു മാളിക തന്നെ ഞാൻ പണിതു തരാം, കാരണം എന്നെ സഹായിച്ചതല്ലേ എന്ന് പറഞ്ഞു. മുനി ശ്രേഷ്ഠനോട് പറഞ്ഞപ്പോൾ മുനി ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് മുനിശ്രേഷ്ഠ നിങ്ങൾ ചിരിക്കുന്നത്? ഇത്രയും ഞാൻ പറഞ്ഞിട്ട്, ഇത്രയ്ക്ക് ഓഫറുകൾ വെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടല്ല വേണ്ടത്? ഈ കാട്ടിൽ നിന്ന് എന്റെ കൂടെ വരല്ല വേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ ആലിനോട് ചോദിക്കല്ലേ വേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് മുനിശ്രേഷ്ഠൻ പറഞ്ഞു,
ഈ ആലിന് അങ്ങനെ ഒരു ശക്തിയില്ല. പക്ഷെ ഈ കാട്ടിൽ അകപ്പെടുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനും അവർക്ക് സഹായം കൊടുക്കലാണ് ഈ ആല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ആലിന് അങ്ങനെ ഒരു ശക്തി ഉണ്ടായിട്ടല്ല. ആലിന് ഞാൻ ഇവിടെ മഴയും വെയിലും എല്ലാം കൊണ്ട് ഞാനൊരു ഭജിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ ധ്യാനത്തിലിരിക്കുന്നത് ആ ഭജനയുടെ, ആ ഭജിക്കലിന്റെ, ആ തപസ്സിന്റെ ശക്തി കൊണ്ടാണ് ആലിന് ആ ശക്തി കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്ന് ഈ തപസ് മുടക്കുന്നോ അന്ന് ആലിന് ആ ശക്തി ഉണ്ടാവില്ല. എനിക്ക് വേണമെങ്കിൽ എല്ലാം ഈ ഒരു ആലിനോട് ചോദിച്ച് എനിക്ക് നേടാം. പക്ഷേ ഇതേപോലെയുള്ള അനേകം സമൂഹത്തിന് വേണ്ട നന്മ ചെയ്യാൻ, സമൂഹത്തിന് വേണ്ട അകപ്പെട്ടുള്ള ആളുകൾക്ക് രക്ഷ നേടാൻ, അതാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് ഞാൻ ഈ ഒരു ധ്യാനം അല്ലെങ്കിൽ ഈ തപസ് ഇവിടെ ചെയ്യുന്നത് കൊണ്ടാണ് ആലിന് ഈ ഒരു കഴിവ് കിട്ടിയത്. ഞാൻ എന്ന് ഈ മന്ത്രോച്ചാരണം നിർത്തുന്നോ അന്ന് ആലിന് ശക്തി നഷ്ടപ്പെടും. സുഹൃത്തുക്കളെ, RCM എല്ലാം തരുന്ന ആലാണ്, എല്ലാം തരുന്ന ആലാണ്. പക്ഷെ എന്ത് നമ്മുടെ ആക്ഷൻ പ്ലാൻ കൃത്യമായിട്ട് ചെയ്യുന്നോ, സിസ്റ്റം കൃത്യമായിട്ട് പാലിക്കുന്നോ അന്നാണ് അതിൽ നിന്ന് ചോദിക്കുന്നതെല്ലാം കിട്ടുള്ളൂ. അന്നാണ് അതിൽ നിന്ന് ചോദിക്കുന്നതെല്ലാം കിട്ടുള്ളൂ. എന്ന് ആക്ഷൻ പ്ലാനും സിസ്റ്റവും തെറ്റിക്കുന്നോ അന്ന് ആ ഒരു വരുമാന മാർഗം നമ്മളിലേക്ക് വരാതെ പോകും. അതുകൊണ്ട് ആ ഒരു തപസ്സായിട്ട് RCMന്റെ സിസ്റ്റവും, തപസ്സായിട്ട് ലീഡേഴ്സ് പറയുന്ന വാക്കുകളും, തപസ്സായിട്ട് RCMന്റെ പ്രോഗ്രാമുകളും, തപസ്സായിട്ട് RCMന്റെ ട്രെയിനിങ്ങുകളും, തപസ്സായിട്ട് RCMന്റെ ആക്ഷൻ പ്ലാൻ, ഹോം മീറ്റിംഗ് ഇതൊരു തപസ്സായിട്ട് ആര് ചെയ്യുന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും, നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ആല് രാജാവിന് കൊടുത്ത പോലെ RCM എല്ലാം തരുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ആർക്കൊക്കെയാണോ അത് കിട്ടിയിട്ടുള്ളത് അവര് RCMന്റെ ജീവിതത്തില് ആ തപസ് അനുഷ്ഠിച്ച ആളുകളാണ്. കുറച്ച് രീതിയിലാണ് ആ തപസ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചാണ് കിട്ടുക. നല്ല രീതിയിലാണ് ആ തപസ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. അത് ആലിന്, അത് ആല് എത്രയും കൊടുക്കാൻ തയ്യാറാണ്. ആലിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് അവർ തപസ് RCMൽ ആരാണോ ചെയ്യുന്നത് അവർക്ക് ഏതറ്റം വരെ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് മറ്റവർക്ക് കിട്ടുന്നു, ഇന്നാൾക്ക് കിട്ടുന്നു, ഇന്നാളുകൾ വിജയിച്ചു. എന്തുകൊണ്ടാണ് അവർ വിജയിച്ചത്? അവർ ആ തപസ് ഏറ്റെടുക്കാൻ തയ്യാറായി. അതുകൊണ്ട് ആ തപസ് ഏറ്റെടുത്ത് നമ്മുടെ ജീവിത സ്വപ്നങ്ങള് എല്ലാം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. 17-ാം തീയതി പ്രോഗ്രാമില്, സുരേന്ദ്രവാട് സാറിന്റെ പ്രോഗ്രാമില് ഡയമണ്ട് ആവാൻ അറിയേണ്ട ആളുകൾ മാത്രം ടിക്കറ്റ് എടുത്ത് അവിടെ വരൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇന്ന് നല്ലൊരു ക്ലാസ് തന്ന വൈജു സാറിനും നല്ല രീതിയിൽ കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദിര മേഡത്തിനും ഞാൻ പറയുന്നു, എന്താണ് സ്വാഗതം, സൂപ്പർ. എന്താണോ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ സ്വാഗതം പറയേണ്ടത് അത് കൃത്യമായിട്ട് പറഞ്ഞ ഒരു വ്യക്തിത്വം ഇന്ദിര മേഡം, സൂപ്പർ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് RCM, ഗുഡ് RCM. ആലിന് ആ ശക്തി കൊടുത്താൽ അത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. അനേകം ആളുകൾക്ക് ആലിന്റെ ശക്തി പ്രയോജനപ്പെടുത്താനും നമുക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് RCM, ഗുഡ് RCM.